നിയമസഭയിലെ ബജറ്റ് ചർച്ചാവേളയിൽ കോട്ടക്കൽ മണ്ഡലത്തിലെ പ്രധാന വികസന പദ്ധതികൾ ആവശ്യപ്പെട്ട് മണ്ഡലം എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. പുത്തൂർ ചനക്കൽ ബൈപ്പാസ് 3ാം ഘട്ടത്തിന്റെ ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണവും, വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കൽ, മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പിളിയം കൈതക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുടങ്ങിയവയുടെ സാക്ഷാത്കാരത്തിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തി പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് എംഎൽഎയുടെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നിയമസഭയിലെത്തിച്ച കോട്ടക്കൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരമാണ് ആവശ്യപ്പെടുന്നതെന്നും പദ്ധതികൾക്കെല്ലാം ഫണ്ടുകൾ ലഭ്യമാക്കിയ വികസന പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്നും എംഎൽഎ പറഞ്ഞു. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത ഒരു 10 വർഷക്കാലമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞു പോയത് എന്ന് നമുക്കറിയാം. അതിന്റെ ഒരു മാറ്റത്തിനുള്ള തുടക്കം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടങ്ങളിൽ ആരംഭിച്ചിരുന്ന കോട്ടക്കൽ പുത്തൂർ ചനക്കൽ ബൈപ്പാസ്, വട്ടപ്പാറയിലെ വളാഞ്ചേരിയിലെ ഫയർ സ്റ്റേഷൻ, കൈതക്കടവ് പാലം ഒക്കെ തുടങ്ങി ഒരുപാടേറെ പദ്ധതികൾ ഇന്നും നടക്കാതെ കിടക്കുകയാണ് സർ. ആ പ്രവർത്തനങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നൽകാൻ ആവശ്യമായ ഒരു നടപടി അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതേ ബഹുമാനനായ മുഖ്യമന്ത്രി തന്നെ പറയുന്ന ടീം UDF എന്ന ആ ടീം UDFന് പിന്തുണ നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ മൂന്നാമത്തെ ഭൂരിപക്ഷം നൽകിയാണ് എന്നെ ഈ നിയോജക മണ്ഡലത്തിലെ ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് സർ. അതുകൊണ്ട് കോട്ടക്കലിലെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കണം സർ. ചങ്ങമ്പുഴയുടെ രണ്ട് വരികളെയാണ് ഓർമ്മ വിടുന്നത്. കപടകാലത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന ചങ്ങമ്പുഴയുടെ വാക്കുകൾ സർ. ആ ഒരു എന്റെ വേദന എന്നതിനപ്പുറത്ത് കോട്ടക്കലിലെ ഈ 63,000 വോട്ട് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചെടുത്ത ആ ആളുകളുടെ പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ആവശ്യങ്ങൾ ഉന്നയിച്ച് എംഎൽഎ മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.